ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുക. സാധാരണ ജീവിതമായിരുന്നാലും ധ്യാനമായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുക. ടു ബി ഇൻ ദ മൊമെൻറ്റ്, ടു ബി ഇൻ ദ പ്രസൻറ്റ്. പക്ഷേ ഇത് പലർക്കും വളരെയധികം പ്രയാസമാണ്. കാരണം എന്തെന്നോ, നമ്മുടെ മനസ്സിന് ഈ നിമിഷത്തിലിരിക്കാൻ ഇഷ്ടമേ അല്ല. അതിന് ഏറ്റവും ഇഷ്ടമുള്ളത് രണ്ടേ രണ്ട് സമയങ്ങളാണ്, രണ്ടേ രണ്ട് അവസ്ഥകളാണ്. ഒന്നെങ്കിൽ ഇന്നലെ, അല്ലെങ്കിൽ നാളെ. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സെപ്പോഴും ഈ രണ്ട് അവസ്ഥകളിലായിരിക്കും. ഈ നിമിഷത്തിലിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ രുചി എന്തെന്ന് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം ഭാവിയിലല്ലേ? നടക്കാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഇവയെ നമ്മൾ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ എന്ന് വിളിക്കുന്നത് തന്നെ. ഇവയെല്ലാം ഭാവിയിലാണ്. അതായത് നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ നടക്കുമ്പോൾ, നമ്മൾ സ്വപ്നങ്ങളുടെ പുറകെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇൻഡയറക്റ്റായി നമ്മളെ കൊണ്ടുപോകുന്നത് നാളെയിലേക്കാണ്. അത് ഈ നിമിഷത്തിലിരിക്കാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണ് നാളെയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത്, സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നത്? ഇതൊരു ഒളിച്ചോട്ടമാണ്. ഈ നിമിഷം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം, പ്രസൻറ്റ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ, മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ ഇപ്പോഴുള്ള അവസ്ഥയെ. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി, അതാണ് നാളെ. ഒരു കള്ള വാഗ്ദാനം തരുന്ന പോലെയാണിത്. നാളെ എല്ലാം ശരിയാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിത് എത്ര നാളായി തുടങ്ങിയതാണ്? 10 ദിവസം മുൻപ് വിചാരിച്ചിരുന്നത് ഇന്നിതെല്ലാം ശരിയാവുമെന്നാണ്. പക്ഷെ എന്ത് പറ്റി? ഇന്നലെ നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു, ഇന്ന് എന്ത് പറ്റി? ഇന്ന് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നു, നാളെ ഇത് എന്താകും? ഇത് വളരെ നെഗറ്റീവായൊരു സംസാരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് അത്തരത്തിലൊരു സംസാരമല്ല. നെഗറ്റിവിറ്റി അല്ല ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. നാളെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, സംഭവിക്കട്ടെ. പക്ഷെ മനസ്സിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ നന്മയിലല്ല. മനസ്സ് ശ്രമിക്കുന്നത് നിങ്ങൾ ഈ നിമിഷത്തിൽ നിന്നും കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു ഒളിച്ചോട്ടം. സത്യത്തിൽ ഇതൊരു അടിമയുടെ ജീവിതമാണ്. കാരണം നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതേയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ അടിമയല്ലേ? സത്യമെന്നാൽ ഈ പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം മാത്രമാണ്. നമ്മൾ പറയാറില്ലേ, നിങ്ങൾക്കൊരു മരം നടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ സാധിക്കില്ല, അത് നിങ്ങൾക്ക് ഇന്നലെ ചെയ്യാൻ സാധിക്കില്ല. അത് സാധിക്കുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ്, ഒരൊറ്റ സമയമാണ്. അതിതാ ഇപ്പോഴാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ സമയമേ ഉള്ളൂ. അത് ഇപ്പോഴാണ്. ധ്യാനവും പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ബോധത്തെ, നിങ്ങളുടെ ശ്രദ്ധയെ ഇന്നലെയിൽ നിന്ന് കൊണ്ടുവരൂ, നാളെയിൽ നിന്ന് കൊണ്ടുവരൂ, അത് ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരൂ. കാരണം ഇന്നലെ എന്നത് വെറും ഒരു ഓർമ്മയാണ്, നാളെ എന്നത് ഒരു സ്വപ്നമാണ്. സത്യമായിട്ടുള്ളത് ഈ നിമിഷം മാത്രമാണ്. ഇത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ.